വിശേഷേണ അഞ്ചും ചേർന്നത് പ്രപഞ്ചം. ആ 5 മെറ്റീരിയലാണ് മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം. പഞ്ചഭൂതങ്ങളിൽ നിന്നിട്ടാണ് ഷഡ് ഋതുക്കൾ ജനിക്കുന്നത്. ആ ഷഡ് ഋതുക്കളിൽ നിന്നിട്ടാണ് ഷഡ്ഭാവം: ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. അത് സാധ്യമാക്കുന്നതിന് കാരണം 4 ദ്രവ്യശക്തികൾ, 2 ജൈവശക്തികൾ. മണ്ണ്, ജലം, അഗ്നി, ആകാശം എന്ന് പറയുന്ന ദ്രവ്യശക്തികൾ 4. അഞ്ചാമതായിരിക്കുന്ന വായുവിൽ നിറയുന്ന 2 ജൈവ പ്രപഞ്ചം, സസ്യലോകവും ജന്തുലോകവും. ഷഡ്ഭാവങ്ങളെ ജനിപ്പിക്കുന്ന ഷഡ് ഋതുക്കൾക്ക് കാരണം സൂര്യൻ്റെ 12 ഭാവമാണ്. ജീവജനന കാരണശക്തി സൂര്യനാണ്. അഗ്നിയാണ് ജനന കാരണശക്തി. ജീവനം ജലമാണ്. ജീവനെ സുരക്ഷിതമായി ജനിപ്പിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും വിലയേറിയ നവരത്നങ്ങൾ പോലെ, നവഗ്രഹ സിദ്ധാന്തം പോലെ, നമ്മളെ നിത്യവും നവമാക്കുന്ന നവധാന്യങ്ങളെപ്പോലെ നവമണ്ഡലങ്ങളായിട്ട് കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ കാലത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ജനനം സാധ്യമാകുന്ന കാലമാണ് വൃശ്ചികം 1. ആ വൃശ്ചികം 1-നാണ് ശബരിമലയിലെ ക്ഷേത്രം നട തുറക്കുന്നത്. ജീവകുംഭ സംഭവ സ്ഥാനമാണ് ശബരിമല. ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മ ആരാണ്? അത് പാർവതിയാണ്. ആ പാർവതി ആരാണ്? അത് ജലമാണ്. ആ ജലം മായയാണ്. അത് രജോസത്വ തമോ ഗുണങ്ങളിലൂടെ മായുന്നതുമാണ്. ആ മാളികപ്പുറത്തമ്മയുടെ ആ ജീവകുംഭ സംഭവ സ്ഥാനത്തേക്കാണ് നമ്മൾ പള്ളിക്കെട്ടുമായിട്ട് എത്തുന്നത്. പള്ളിക്കെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? രാജകന്യകമാരുടെ, മനുഷ്യ സ്ത്രീകളുടെ വിവാഹം എന്നാണ് അർത്ഥം. ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃലോകത്തിൻ്റെ ആ പള്ളിക്കെട്ടിനെ ഇരുമുടിക്കെട്ടാക്കി ശബരിമലയിലേക്കുള്ള യാത്ര, അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ആ ശാസ്ത്ര രഹസ്യത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് വന്നാലോ? എന്തിനാണ് വൃശ്ചിക മാസത്തിൽ ശബരിമല നട തുറക്കുന്നത്? സ്വാമി ശരണയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു ചോദ്യം, ഒരു കമൻറ്റ്: എന്താണ് വൃശ്ചിക മാസത്തിൽ ശബരിമല ദർശനത്തിനുള്ള പ്രാധാന്യം? വലിയ ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം ചെറുതായിട്ട് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചാലാണ് ഇതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ 1-2 വാക്കിൽ ഒതുക്കി ഇത് പറഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണാർത്ഥം മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയുകയില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ വൃശ്ചിക മാസത്തിനുള്ള പ്രാധാന്യം? ശബരിമല ദർശനത്തിന് വൃശ്ചിക മാസം തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ പ്രാധാന്യം. മണ്ഡലകാലം വൃശ്ചികം 1-നാണ് തുടങ്ങുന്നത്. 41 ദിവസം എന്ന് പറയുന്ന ആ മണ്ഡലകാലത്തിൻ്റെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കപ്പോൾ തുടങ്ങാം. മണ്ഡലകാലം വൃശ്ചികം 1-ൻ്റെ പ്രാധാന്യം. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ദിവസത്തെക്കുറിച്ച് പറയണം. ദിവകാരണമായിരിക്കുന്ന ദിവസത്തിൻ്റെ 6 വൈഭവത്തെക്കുറിച്ച് പറയണം. ദിവസവും നമുക്ക് അനുഭവപ്പെടുന്ന 4 മണിക്കൂർ വീതം ദൈർഘ്യം വരുന്ന 6 ഋതുഭാവങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ദിവ്യദ്രവ്യമായിരിക്കുന്ന ജൈവത്താലും നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ അനുഭവിക്കുന്ന 6 ഋതുഭാവങ്ങളെക്കുറിച്ച്, അതായത് 4 മണിക്കൂർ വീതമുള്ള ഷഡ്ഭാവങ്ങളെക്കുറിച്ചും ഷഡ് ഋതുക്കളെക്കുറിച്ചും നമുക്ക് പറയേണ്ടി വരും. ഒരു ദിവസം അനുഭവപ്പെടുന്നുണ്ട് 6 ഭാവങ്ങൾ, 6 ഋതുക്കൾ. 6 ഋതുക്കൾ മൂലമാണ് 6 ഭാവങ്ങൾ ഉണ്ടാകുന്നത്. രാവിലെ നമുക്ക് 4 മണിക്കൂർ വസന്തം അനുഭവപ്പെടുന്നുണ്ടല്ലേ? പുഷ്പങ്ങളെല്ലാം വിരിഞ്ഞ് നല്ല ഒരു വസന്തം നമുക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞാലോ ഗ്രീഷ്മം അനുഭവപ്പെടുന്നുണ്ട്. ഒരു 10:30 കൂടിയിട്ട് നമുക്ക് ഗ്രീഷ്മം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? സസ്യലോകവും അഗ്നിയും ചേരുമ്പോഴാണ് ആ ഗ്രീഷ്മം നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനുശേഷമോ അഗ്നിയും മണ്ണും ചേരുമ്പോഴാണ് നമുക്ക് വർഷം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. വൈകുന്നേരം നമുക്ക് ശരത്കാലം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? മരണകാരണമായിരിക്കുന്ന കാലം, അസ്തമയ കാലം അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് ഈ ജന്തുലോകം വഴുതി വീഴുന്നത് അല്ലേ? അപ്പോൾ വൈകുന്നേരം അസ്തമയത്തോടു കൂടി ശരത്കാലം, മരണകാരണമായിരിക്കുന്ന ആയുധമാണ് ശരത്ത്. ആ ശരത്തിൻ്റെതായിട്ടുള്ള ഒരു കാലം വൈകുന്നേരം അസ്തമയത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ഉദയത്തിൽ ജനനകാരണ ശക്തിയായിട്ട് വസന്തം അനുഭവപ്പെടുന്നത് പോലെ തന്നെ വൈകുന്നേരം അസ്തമയത്തിൽ നമുക്ക് എന്തനുഭവപ്പെടുന്നുണ്ട്? ശരത്കാലം അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി 10:00 കൂടിയിട്ട് നമുക്ക് എന്തനുഭവപ്പെടുന്നുണ്ട്? ഹേമന്തം എന്ന് പറയുന്ന, ക്ഷീണം എന്ന് പറയുന്ന അവസ്ഥ. ഉറക്കത്തിലേക്ക്, മയക്കത്തിലേക്ക്, മരണത്തിലേക്ക് നമ്മൾ അറിയാതെ വഴുതി വീഴുന്ന ആ ഹേമന്തം എന്ന് പറയുന്ന അവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടോ അർദ്ധരാത്രി കഴിയുമ്പോൾ 2:30 കൂടിയിട്ട് രാത്രിയിൽ നമുക്ക് എന്തനുഭവപ്പെടുന്നുണ്ട്?
ശിശിരം അനുഭവപ്പെടുന്നുണ്ട്, ശക്തമായിട്ടുള്ള ശിശിരം അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ വസന്തം അനുഭവപ്പെടുന്നുണ്ട്, അത് കഴിഞ്ഞ് ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന 6 ഋതുഭാവങ്ങൾ നമുക്ക് ദിവസവും അനുഭവപ്പെടുന്നുണ്ട്. ഈ 6 ഋതുക്കളിൽ നിന്നും ജനിക്കുന്നതാണ് 6 ഷഡ്ഭാവങ്ങൾ. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങളും എന്തിൻ്റെ ഫലമായിട്ടാണ്? ഈ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന ഷഡ് ഋതുക്കളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഷഡ് ഋതുക്കളിൽ മരണകാരണമായിരിക്കുന്ന കാലം കന്നി തുലാമാസമാണ് അല്ലേ? മീനം, മേടം വസന്തത്തിൻ്റെ കാലമാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള കാലമാണ് കന്നി തുലാമാസം. ശരത്കാലമാണ്, മരണത്തിന് കാരണമായിരിക്കുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ട് ജനനം തുടങ്ങുന്ന കാലം, ഭാവിക്ക് വേണ്ടി ജനനം സാധ്യമാകുന്ന കാലമാണ് വൃശ്ചികം 1 മുതൽ. മേടം 1 നമ്മൾ വസന്തം അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മൾ വൃശ്ചികം 1 അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡേറ്റാണ് ജനനകാരണ ശക്തിയായിട്ടുള്ള വൃശ്ചികം. അതാണ് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള മണ്ഡലകാലങ്ങൾ തുടങ്ങുന്ന, കാലമണ്ഡലങ്ങൾ തുടങ്ങുന്ന സമയം. നമ്മൾ കാലങ്ങളെ ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി എങ്ങനെ തിരിച്ചിരിക്കുന്നു? 9 തിരിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന ഷഡ് ഋതുക്കളുടെയും ഷഡ്ഭാവങ്ങളുടെയും പ്രതിപ്രവർത്തനം തന്നെയാണ് ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വസന്തവും ഗ്രീഷ്മവും വർഷവും ശരത്തും ഹേമന്തവും ശിശിരവും എന്ന് പറയുന്ന 6 ഋതുക്കൾ. 6 ഋതുക്കളെ 12 മാസങ്ങളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഋതുവിൻ്റെ ആരോഹണ മാസം, അവരോഹണ മാസം. മീനം വസന്തത്തിൻ്റെ ആരോഹണമാണ്, മേടമോ അവരോഹണമാണ്. ഗ്രീഷ്മത്തിൻ്റെ ആരോഹണമോ അവരോഹണമോ ഇടവും മിഥുനവുമാണ്. വർഷത്തിൻ്റെ ആരോഹണവും അവരോഹണവും കർക്കിടകവും ചിങ്ങവുമാണ്. ശരത്തിൻ്റെതോ കന്നി തുലാമാണ്. ഹേമന്തത്തിൻ്റെയോ വൃശ്ചികം ധനുവാണ്. മകരം കുംഭം മാസങ്ങൾ ശിശിരത്തിൻ്റെ ആരോഹണ അവരോഹണ മാസങ്ങളാണ്. മരം കൊച്ചുന്ന തണുപ്പാണല്ലോ മകരത്തിലെ. മകരമത്സ്യം എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള മത്സ്യമാണ്, മരണത്തെ സമ്മാനിക്കുന്ന മത്സ്യം പോലെയാണ് മകരം. ആ ശിശിരത്തെ തണ്ടാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ? മകരത്തിൻ്റെ ആ മാരകശേഷിയെ താണ്ടാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ 12 മാസങ്ങളിൽ മരണകാരണ ശക്തിയായിരിക്കുന്ന കന്നി തുലാമാസം എന്ന് പറയുന്നതാണ് ശരത്കാലം. ആ ശരത്കാലം കഴിഞ്ഞിട്ട് ജനനം തുടങ്ങുന്ന കാലമാണ് വൃശ്ചികം. ശരത്കാലം കഴിഞ്ഞിട്ട് മരണകാരണമായിരിക്കുന്ന കാലം കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിലെ ജനന കാരണമായിരിക്കുന്ന കാലം, ഭാവിയുടെ കാലം തുടങ്ങുന്ന കാലമാണ് വൃശ്ചികം 1. ആ വൃശ്ചികം 1 മുതൽ നമ്മൾ കാലത്തെ 9 ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള, അതാണ് 365 ദിവസത്തെ 9 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏകദേശം 41 ദിവസം നീളുന്ന, അതായത് 40.583 ദിവസം നീളുന്ന ഓരോ മണ്ഡലങ്ങളായിട്ട് കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ മണ്ഡലങ്ങൾ തുടങ്ങുന്നതെന്നറിയോ? കാലത്തിന് വേണ്ടിയിട്ടുള്ള മണ്ഡലം, ആദ്യത്തെ മണ്ഡലമാണ് മണ്ഡലകാലാരംഭം എന്ന് പറയുന്നത്. അതാണ് കാലമണ്ഡലം. പിന്നെ ആകാശമണ്ഡലം, ആകാശത്തിനാണ് പ്രാധാന്യം. അത് കഴിഞ്ഞ് മനോമണ്ഡലം, പിന്നെ ദിക്മണ്ഡലം, അഗ്നിമണ്ഡലം, ആത്മമണ്ഡലം, വായുമണ്ഡലം, ഭൂമിമണ്ഡലം, ജലമണ്ഡലം. ഇങ്ങനെ 9 മണ്ഡലങ്ങളാക്കിയാണ് കാലത്തെ തിരിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് മനസ്സിലാകുന്നത് ഷഡ് ഋതുക്കളും ഷഡ്ഭാവങ്ങളും മാസങ്ങളും അതുപോലെ തന്നെ ഈ 40.583 ദിവസം നീളുന്ന മണ്ഡലകാലവും തമ്മിൽ എങ്ങനെയാണ് ശാസ്ത്രം കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കതൊന്ന് നോക്കാം. ശരത്കാലം എന്ന് പറയുന്നത് കന്നി തുലാമാസമാണ്. അത് ജലമണ്ഡലത്തിൽ സംഭവിക്കുന്നതാണ്. 9 മണ്ഡലങ്ങളിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലമാണ് ജലമണ്ഡലം. ആ ജലമണ്ഡലത്തിലാണ് ഈ മരണം സംഭവിക്കുന്ന കാലമാണ്. ഋതുവിൻ്റെ ശരത്ത് എന്ന് പറയുന്ന ഭാവത്തിലാണ് അത് സംഭവിക്കുന്നത്. അതിന് കാരണം നിത്യവുമുള്ള അസ്തമയമാണ്. ദക്ഷിണായന ഉത്തരായന കാലങ്ങളാണ്. ഭൂമിയുടെ അയനമാണ് അതിന് കാരണം. മരണം കഴിഞ്ഞിട്ടോ പിന്നെ ജനനം തുടങ്ങുന്നത് ഹേമന്തകാലത്തിലാണ്. അത് വൃശ്ചികം ധനു മാസത്തിലാണ്. അവിടെ കാലം തുടങ്ങുകയാണ്, ഭാവി തുടങ്ങുകയാണ്, കാലമണ്ഡലം തുടങ്ങുകയാണ്, മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അതാണ് മണ്ഡലകാലം. ഈ മണ്ഡലകാലത്തിലാണ് ഭാവിക്ക് വേണ്ടി മഹാവൃക്ഷ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. ആ മഹാവൃക്ഷ പ്രകൃതിയെ നട്ടു പരിപാലിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും ഏതാണ്? അത് ഹേമന്തത്തിലെ കാലാവസ്ഥയാണ്. മരണത്തിന് ശേഷമുള്ള പ്രപഞ്ചത്തിൻ്റെ ക്ഷീണാവസ്ഥയിൽ നിന്നിട്ടാണ് ജനനം സാധ്യമാകുന്നത്. ജനനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ടാണ് വ്രതം നോറ്റുകൊണ്ട് നമ്മൾ ആ ക്ഷീണത്തെ അതിജീവിച്ചുകൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയെ 18 പൂങ്കാവനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയിലെ എത്തേണ്ടത്. ആ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള 40.58 ദിവസമാണ്
മണ്ഡലകാലാരംഭം. ആ മണ്ഡലകാലാരംഭത്തിലാണ് ശബരിമലയിലെ കാനന ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം. വൃശ്ചികം 1 മുതലാണ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലം. ആ കാലത്താണ് ശബരിമലയിലെ നട തുറക്കേണ്ടത്. ഹേമന്തം എന്ന് പറയുന്ന ഋതുഭാവത്തിൽ നിന്നാണ് ജനനം എന്ന് പറയുന്ന ഷഡ്ഭാവം. അത് വൃശ്ചികം ധനു മാസത്തിലാണ്. അത് കാലമണ്ഡലത്തിലാണ്. 9 കാലത്തെ തിരിക്കുമ്പോൾ ആദ്യത്തെ മണ്ഡലകാലാരംഭമായിരിക്കുന്ന കാലമണ്ഡലത്തിലാണ്. ബാല്യം എന്ന് പറയുന്ന ഷഡ്ഭാവം ശിശിരം എന്ന് പറയുന്ന ഷഡ് ഋതുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മകരം കുംഭം മാസങ്ങളിലാണ്. അവിടെയാണ് ശിശിരം. ആ ബാല്യത്തിലെ ആകാശമണ്ഡലം കഴിഞ്ഞിട്ട് മനോമണ്ഡലത്തിലേക്ക് എത്തുന്ന സമയവും കൂടിയാണ്. മനോമണ്ഡലത്തിലാണ് ബാല്യം, മനസ്സ് രൂപപ്പെടുന്നത് എന്നർത്ഥം. മാതൃലോകത്തിൻ്റെ ചൈതന്യത്തിലാണ് നമ്മുടെ ബാല്യം മുന്നോട്ട് പോകുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലും അത് തന്നെയാണ്. അതായത് സരസ്വതിയും ലക്ഷ്മിയും ചേർന്ന കാലമാണ്. ജന്തുലോകവും ആകാശവും ചേർന്നിട്ടുള്ള കാലമാണ് അവിടെ ബാല്യം സാധ്യമാക്കുന്നത്. ഇനി കൗമാരം എന്ന് പറയുന്ന ഷഡ്ഭാവം വസന്തം എന്ന ഋതുവിൻ്റെ സമ്മാനമാണ്. അത് മീനം മേടം മാസങ്ങളാണ്. അതോ ദിക്ക് മണ്ഡലത്തിൽ സംഭവിക്കുന്നതാണ്. അതാണ് വസന്തം കൗമാരകാലം. ദിക് മണ്ഡലമാണ്. 40.58 ദിവസം ചേരുന്ന ഓരോ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ദിക്ക് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലത്തിൽ വരുമ്പോഴാണ് വസന്തം അനുഭവപ്പെടുന്നത്. ആ വസന്തമാണ് കൗമാരം എന്ന് പറയുന്ന ഷഡ്ഭാവത്തിന് കാരണം. ഇനി യൗവനത്തിന് കാരണം എന്താണ്? അത് ഗ്രീഷ്മമാണ്. അഗ്നിമണ്ഡലം കഴിഞ്ഞിട്ടുള്ള ആത്മമണ്ഡലത്തിൽ എത്തുമ്പോഴാണ് ഗ്രീഷ്മം അനുഭവപ്പെടുന്നത്. ആ ഗ്രീഷ്മത്താലാണ് യൗവനം സാധ്യമാകുന്നത്. അത് ഇടവം മിഥുനം മാസങ്ങളിലാണ്. അത്ര രസകരമായിട്ടുള്ള സയൻസ് ആണല്ലേ. ഇതനുഭവപ്പെടുന്നതോ മണ്ഡലകാലങ്ങളിലെ ആത്മമണ്ഡലം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. വാർദ്ധക്യം എന്ന് പറയുന്ന ഷഡ്ഭാവത്തിന് കാരണം വർഷമാണ്. വർഷം അനുഭവപ്പെടുന്നത് കർക്കിടകം ചിങ്ങം മാസങ്ങളിലാണ്. അപ്പോൾ വായുമണ്ഡലം എന്ന് പറയുന്ന അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ടാണ് 8ാമത്തെ മണ്ഡലം ഭൂമി മണ്ഡലം. അത് കഴിഞ്ഞിട്ടാണ് ജലമണ്ഡലം, മരണകാരണമായിരിക്കുന്ന ശരത്ത് എന്ന് പറയുന്ന ഋതു. അതിന് ഫലമാണ് മരണം എന്ന് പറയുന്ന ഷഡ്ഭാവം. അത് കന്നി തുലാം മാസങ്ങളിലാകുന്നു. ഇങ്ങനെ ആയുസ്സിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, സ്വസ്ഥമായിട്ടുള്ള ആരോഗ്യപൂർണമായിട്ടുള്ള ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സുഗമമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാസങ്ങളായിട്ടും ഋതുക്കളായിട്ടും ഷഡ്ഭാവങ്ങളായിട്ടും മണ്ഡലങ്ങളായിട്ടുമെല്ലാം കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിട്ടപ്പെടുത്തുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുതയാകുന്നു. ജനനത്തിന് കാരണമായിരിക്കുന്ന കാലമായിരിക്കുന്ന കാലമണ്ഡലത്തിലെ ആദ്യ ദിവസമാണ് വൃശ്ചികം 1. അപ്പോഴാണ് മണ്ഡലകാല ആരംഭം. മണ്ഡലകാലത്തിന് കാവലായിരിക്കുന്ന കലിയുഗവരതനായിരിക്കുന്ന ശാസ്താവിൻ്റെ നട തുറക്കുന്നത് അപ്പോഴാണ്. പശ്ചിമഘട്ടത്തിൻ്റെ 18 മലകളുടെയും വനവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാല സൗകര്യാർത്ഥമാണ് ശബരിമലയിലെ നട തുറക്കുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ ചോദിക്കുക, നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇത് ഉത്തരം പൂർണ്ണമായിട്ടല്ല. എത്ര ചോദിച്ചാലും ഉത്തരം പൂർണ്ണമാകില്ല. ഇതിനകത്തേക്ക് തന്നെ വീണ്ടും സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഇനിയും നിൽക്കുന്നുണ്ട്. എങ്കിലും ഏകദേശം ഉത്തരം പൂർണ്ണമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. മൂഴിക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബ്രഹ്മമംഗലം.